ഇന്ന് നമ്മൾ അധികമാരും സംസാരിക്കാത്ത രണ്ട് സ്റ്റോക്കുകളാണ് പരിചയപ്പെടാൻ പോകുന്നത്. റീസൈക്ലിംഗ് ബിസിനസ് രംഗത്തുള്ള രണ്ട് സ്റ്റോക്കുകളാണ്. റീസൈക്ലിംഗ് ബിസിനസ് ആണെങ്കിലും എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ട്രേഡിംഗ് മേഖലയിലും അതുപോലെ തന്നെ കൺസ്യൂമർ സർവീസ് വിഭാഗത്തിലുമാണ് ഈ രണ്ട് സ്റ്റോക്കുകളും ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒന്നാമതാണ് നുബൂർ റീസൈക്ലേഴ്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ സ്റ്റോക്കാണ്. NRL ഒരു മെറ്റൽ സ്ക്രാപ്പ് പ്രോസസ്സിംഗ് ആൻഡ് റീസൈക്ലിംഗ് ബിസിനസ്സിലാണ് നുബൂർ റീസൈക്ലേഴ്സ് സ്റ്റോക്ക് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബിസിനസ് മെറ്റലിൻ്റെ സ്ക്രാപ്പുകൾ കളക്ട് ചെയ്യുക, പ്രോസസ്സ് ചെയ്യുക, റീസൈക്കിൾ ചെയ്യുക, അതുപോലെ തന്നെ റീസൈക്കിൾ ചെയ്ത മെറ്റൽസ് ട്രേഡിങ്ങും മാനുഫാക്ചറിങ്ങും വേണ്ടി പരിപാടികൾ നടത്തുകയാണ്. 2023 ഡിസംബറിലൊക്കെ ഈ ഒരു സ്റ്റോക്ക് 55 തൊട്ട് 98 രൂപ വിലയുള്ള റേഞ്ചിലായിരുന്നു ട്രേഡ് ചെയ്തിരുന്നത്. ഈ ഒരു സ്റ്റോക്ക് കഴിഞ്ഞ 2 മാസം നോക്കുകയാണെങ്കിലും 75 രൂപ 90 രൂപ റേഞ്ചിൽ തന്നെയാണ് സ്റ്റോക്ക് ട്രേഡ് റേഞ്ച് നടന്നിരുന്നത്. ഈ സ്റ്റോക്കിൻ്റെ 52 വീക്ക് ഹൈയും ലോയും നോക്കുകയാണെങ്കിൽ ലോ 57 രൂപ 37 പൈസയും ഹൈ 106 രൂപ 50 പൈസയുമാണ്. ലാസ്റ്റ് ട്രേഡിംഗ് സെഷൻ, അതായത് ഓഗസ്റ്റ് 30-ാം തീയതി ഈ ഒരു സ്റ്റോക്ക് 103 രൂപയിൽ ഓപ്പൺ ആകുകയും 106 രൂപ, അതായത് അതിൻ്റെ ഓൾ ടൈം ഹൈ അല്ലെങ്കിൽ 52 വീക്ക് ഹൈയോട് അടുത്തെത്തുകയും എന്നിട്ട് തിരിച്ച് 100 രൂപ 46 പൈസയിലാണ് ഇത് ക്ലോസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ഇതിൻ്റെ ഒരു 52 വീക്ക് ഹൈ മറികടക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രീവിയസ് ഹിസ്റ്ററിയൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഈ ഒരു സ്റ്റോക്ക് ഒരു 55 രൂപ റേഞ്ചിൽ 70 രൂപ റേഞ്ചിൽ ട്രേഡ് ചെയ്യുന്നു. ആ ഒരു ട്രേഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 70 രൂപ തൊട്ട് 90-98 രൂപ വരെ റേഞ്ച് എബൌട്ടിൽ ട്രേഡ് ചെയ്ത് നടക്കുകയാണ് ചെയ്യുന്നത്. വീണ്ടും അതൊരു 105 രൂപ വന്നിട്ട് വീണ്ടും ഒരു 80 തിരിച്ചു വരികയും ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫോർമേഷനാണ് ഈ ഒരു സ്റ്റോക്ക് ഇപ്പോൾ നിലവിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റോക്കിൻ്റെ ആവറേജ് ട്രേഡിംഗ് വോളിയം എന്ന് പറയുന്നത് 90,000 എന്നുള്ളതൊക്കെയായിരുന്നു, അല്ലെങ്കിൽ 1 ലക്ഷത്തിൽ താഴെയായിരുന്നു. എന്നാൽ ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ 24 ലക്ഷമായി ഇത് മാറി. നമുക്ക് റീസൈക്ലിംഗ് സെക്ടറിലുള്ള സ്റ്റോക്കുകളൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇതിന് എല്ലാ സ്റ്റോക്കുകളുടെയും തന്നെ ട്രേഡിംഗ് വോളിയം 1 ലക്ഷം അല്ലെങ്കിൽ അതിൽ താഴെ മാത്രമാണ്. എന്നാൽ ഈ ഒരു സ്റ്റോക്ക് കഴിഞ്ഞ ദിവസത്തെ ട്രേഡിംഗ് വോളിയം എന്ന് വെച്ചാൽ 24 ലക്ഷത്തോളം എത്തിയിട്ടുണ്ട്. ആ ഒരു കുതിപ്പാണ് 52 വീക്ക് ഹൈയോട് തന്നെ ഇത് വീണ്ടും അടുത്ത് വന്നത്. കഴിഞ്ഞ ഒരു മാസത്തെ നോക്കിയാൽ പോലും 70 രൂപ 90 രൂപ റേഞ്ചിൽ തന്നെയായിരുന്നു ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഫണ്ടമെൻ്റൽസിലോട് നോക്കുകയാണെങ്കിൽ 690 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പ് മാത്രമാണുള്ളത്. ഇതിൻ്റെ ROE 8.42%, ബുക്ക് വാല്യൂ 12.47 ആണ്. ബുക്ക് വാല്യൂവിനേക്കാളിലും 8 ഇരട്ടി അതിലാണ് ഈ ഒരു സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് ഓർക്കുക. അപ്പോൾ പ്രോഫിറ്റ് ഉണ്ടെങ്കിലും ഈ ഒരു സ്റ്റോക്ക് ഇതുവരെ ഡിവിഡൻഡ് ഒന്നും നൽകിയിട്ടില്ല. ഇതിൻ്റെ PE റേഷ്യോ 72, ഇൻഡസ്ട്രി PE 54 ആണ്. ഇൻഡസ്ട്രി PEനേക്കാളിലും ഓവറായിട്ടുള്ള വാല്യുവേഷനിലാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാം. 72% പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ് ആണ്. നേരത്തെ ഈ ഒരു സ്റ്റോക്കിൽ പ്രൊമോട്ടേഴ്സിൻ്റെ ഒരു കളി നടക്കുന്നുണ്ടെന്നുള്ള ഒരു ന്യൂസുകളൊക്കെ ഉണ്ടായിരുന്നു. ഏതെക്കാളും എന്നിരുന്നാൽ തന്നെയും ഈ ഒരു സ്റ്റോക്ക് ആ ഒരു 70 to 95 രൂപ സെക്ഷനിൽ തന്നെയായിരുന്നു എപ്പോഴും ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. പെട്ടെന്നൊരു അപ്പ് മൂവ്മെൻറ്റ്, പെട്ടെന്നൊരു ഡൗൺ മൂവ്മെൻറ്റ് തന്നെ ഈ ഒരു സ്റ്റോക്ക് എല്ലാ ദിവസവും തന്നെ നമുക്ക് വാച്ച് ചെയ്താൽ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ രണ്ടാമതായിട്ട് നമ്മൾ പറയുന്ന സ്റ്റോക്ക് ഇക്കോ റീസൈക്ലേഴ്സ് ആണ്. ഇതും ഒരു റീസൈക്കിൾ വിഭാഗത്തിൽ ഒരു മൾട്ടി ബാഗർ ആയിട്ടുള്ളൊരു സ്റ്റോക്കാണ്. ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്ന കൺസ്യൂമർ സർവീസ് എന്നൊരു വിഭാഗത്തിലാണ്. അതുകൊണ്ടാണ് റീസൈക്ലേഴ്സ് എന്ന് പറഞ്ഞ സ്റ്റോക്കുകൾ നമുക്ക് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സ്റ്റോക്ക് നമുക്ക് കാണാം. ഓൾമോസ്റ്റ് ഏറ്റവും വലിയൊരു ഷെയർ പ്രൈസിൽ ട്രേഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ് ഇക്കോ റീസൈക്ലേഴ്സ്. പക്ഷേ ഇതിൻ്റെ ഒരു 52 വീക്ക് ഹൈയും ലോയും നമുക്ക് ശ്രദ്ധിച്ചറിയാം. 170 രൂപയും 1215 രൂപയാണ് ഇതിൻ്റെ ലോയും ഹൈയും. ഒരു വർഷത്തെ 52 വീക്ക് ഹൈയും ലോയുമാണ് ഈ പറഞ്ഞത്. എന്നാൽ 100 രൂപയിൽ താഴെ വന്നപ്പോൾ നമ്മൾ ഈ സ്റ്റോക്ക് ആഡ് ചെയ്യുകയും വാച്ച് ലിസ്റ്റ് ഉൾപ്പെടുത്തുകയും ചെയ്തൊരു സ്റ്റോക്കാണ് ഇക്കോ റീസൈക്ലേഴ്സ്. കഴിഞ്ഞ ഒറ്റ വർഷത്തിൽ തന്നെ 1000 രൂപയോളമാണ് നമുക്ക് ഈ ഒരു ഒറ്റ സ്റ്റോക്കിൽ നമുക്ക് റിട്ടേൺ വന്നിട്ടുള്ളത്. വലിയൊരു മൾട്ടി ബാഗർ ആയിട്ടുണ്ട്. പക്ഷേ പലതും പേര് കേട്ട ഒരു സ്റ്റോക്കുമല്ല. ഈ ഒരു സ്റ്റോക്ക് നമുക്ക് വാച്ച് ലിസ്റ്റ് ഉൾപ്പെടുത്താം. കാരണം ഈ ഒരു സ്റ്റോക്കിൻ്റെ സ്റ്റോക്ക് സ്പ്ലിറ്റ് അനൗൺസ്മെൻ്റ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഓഗസ്റ്റ് 5-ാം തീയതി സ്പ്ലിറ്റ് അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. പക്ഷേ സെപ്റ്റംബറിലാണ്, സെപ്റ്റംബർ അവസാനം, സെപ്റ്റംബർ 10-നാണ് ഇതിൻ്റെ ഒരു ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ്. എങ്ങനെയുള്ള സ്പ്ലിറ്റാണ് അതിൻ്റെ കാര്യങ്ങളൊന്നും നിലവിൽ പുറത്ത് വന്നിട്ടില്ല. 2023 കോടിയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു കമ്പനിയാണ്. റേഷ്യോ 94 ആണ്. ഇൻഡസ്ട്രി PE 29 മാത്രമാണ്. അപ്പോൾ അതിലും ഒരു 4 ഇരട്ടി അധികമാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഹോൾഡിങ്ങും 1% ഉള്ള ഒരു കമ്പനി തന്നെയാണ് ഇക്കോ റീസൈക്ലേഴ്സ്. അപ്പോൾ ഈ ഒരു 2 സ്റ്റോക്കുകൾ നമുക്ക് വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താം. നുബൂർ റീസൈക്ലേഴ്സിൻ്റെ സ്റ്റോക്ക് കറക്റ്റായിട്ടൊരു വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി നമുക്ക് നോക്കുകയാണെങ്കിൽ സിംഗിൾ ട്രേഡിന് വേണ്ടി നല്ലപോലെ പരിഗണിക്കാവുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണത്.